എല്ലാവർക്കും ജോൺസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2.1 500 വാട്ട്സ് വരുന്ന ഒരു ആംപ്ലിഫയർ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റണ്ണിങ് മോഡലാണ്. നമ്മൾ ചെയ്ത ആംപ്ലിഫയറുകളിൽ ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. റണ്ണിങ് മീൻസ് ഇപ്പോഴും ഓർഡറുകൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. നമ്മൾ 2 മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു അനലോഗ് ആംപ്ലിഫയർ റിവ്യൂ ചെയ്തിരുന്നത്. ഈ ഒരു മോഡലിൽ വരുന്ന ഫസ്റ്റ് ആംപ്ലിഫയർ. പിന്നീട് ഈ അടുത്ത് നമ്മളൊരു ഡിജിറ്റൽ ഇതേ ആ ഒരു സ്പെക്കിൽ നമ്മൾ ഡിജിറ്റൽ ആംപ്ലിഫയർ ചെയ്തു. വീണ്ടും നമ്മൾ അനലോഗ് ആംപ്ലിഫയർ ചെയ്യുകയാണ്. വീണ്ടും ഒരു ആംപ്ലിഫയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റണ്ണിങ് ആംപ്ലിഫയർ എന്ന് പറയാൻ കാരണം. അപ്പം ഈ ഒരു ഓർഡർ നമുക്ക് തന്നിട്ടുള്ളത് അനീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ഒരു ചേട്ടന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ലുക്ക് എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ആംപ്ലിഫയറിന് ഞാൻ കൊടുക്കാൻ വെച്ച ആ ഒരു മോഡൽ ലുക്കാണ് ഞാൻ ഈ ഒരു ആംപ്ലിഫയറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾ അഭിപ്രായം പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് ആംപ്ലിഫയറിലേക്ക് വരാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ ആംപ്ലിഫയറിൽ ഞാൻ കൊടുക്കാൻ വെച്ച ആ ഒരു ലുക്കാണ് ഈ ഒരു ആംപ്ലിഫയറിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നമുക്കിനി ഓരോ ഫങ്ഷൻസ് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബ്രാൻഡ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജോൺസ് ആഡിയോസ് എന്നുള്ള. അതോടൊപ്പം തന്നെ 2.1 ആംപ്ലിഫയർ എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കാണുന്നതാണ് വോളിയം എൻകോഡർ എന്ന് പറയുന്നത്. അതിൽ തന്നെ ബാസ്, ട്രിബിൾ, എക്കോ, മൈക്കിൻ്റെ എക്കോ, അതോടൊപ്പം തന്നെ വോളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു പവർ ഓൺ ഓഫ് സ്വിച്ചും, അതോടൊപ്പം തന്നെ ബാസ്, ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബും, മെയിൻ വോളിയം കൺട്രോളും, മൈക്കിൻ്റെ ഓപ്ഷനും, അതോടൊപ്പം തന്നെ സബിൻ്റെ വോളിയം കൺട്രോളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കിനി ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്യുമ്പോഴുള്ള പോപ്പപ്പ് സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, റിലേ അടിച്ചിട്ടുണ്ട്, അതായത് നമ്മളെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിൻ്റെ. അപ്പോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നീല ലൈറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നീല ലൈറ്റ് 2 വോളിയം കൺട്രോളിനും, അതോടൊപ്പം തന്നെ റെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആംപ്ലിഫയറിൻ്റെ ലുക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശം കാണാം. ഈ ആംപ്ലിഫയറിൻ്റെ ബാക്ക് വശത്തിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ AC കോഡ്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ കണക്ടേഴ്സ്. ഇതൊരു 2.1 ആംപ്ലിഫയർ ആണ്, പക്ഷേ ഇത്രയും സ്പീക്കർ കണക്ടർ എന്ന് പറയുമ്പോൾ ഇതൊരു 5.1 കേസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഹോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, അത് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റും നമ്മളെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സ്. അതോടൊപ്പം തന്നെ സറൗണ്ട് ലെഫ്റ്റ് സറൗണ്ട് റൈറ്റ് ഡമ്മിയാണ്, സെൻറ്ററും ഡബ്ബിയാണ്. പിന്നെ സബ് ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെയാണ്. 2.1 ആണെന്ന് മാത്രം ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് സബും മാത്രമാണ് നമ്മളെ 2.1 ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു കൂളിംഗ് ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതാണ് നമ്മളിതിൻ്റെ ഓക്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇവിടെ ഇനി ക്ലോസ് ചെയ്യാനുണ്ട്. FM-ൻ്റെ ആൻറ്റിനയാണ്. ഞാൻ വലിയ നീളത്തിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ആവശ്യത്തിന് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉൾവശത്ത് ഏതൊക്കെ തരം ബോർഡാണ് യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉൾവശത്ത് എന്തെല്ലാം ആണ് ഉപയോഗിച്ച് നോക്കാം. അതിന് മുൻപ് നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ റിമോട്ട് പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അതായത് സാധാരണ ആ ഒരു മുടിയുള്ളിൽ വരുന്ന റിമോട്ടിനെക്കാളും കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്കും അതോടൊപ്പം തന്നെ ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. ബാസ് ട്രബിളും കാര്യങ്ങളൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉൾവശത്ത് എന്തെല്ലാം യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ഉൾവശത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ഈ ഒരു സ്പെക്കിൽ യൂസ് ചെയ്ത ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ എന്താണോ അതൊക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ചാനൽ സ്പീക്കറിന് വേണ്ടിയുള്ള ബോർഡും അതോടൊപ്പം തന്നെ സബിന് വേണ്ടിയുള്ള ബോർഡും, അതോടൊപ്പം തന്നെ 2 കൂളിംഗ് ഫാൻ, ഒന്ന് പുറത്തോട്ട്, അതായത് ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുത്തെ ഈ ഒരു എയറിനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ, അതായത് ഒന്ന് ഇന്നും ഒന്ന് ഔട്ടായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ ഈ കാണുന്നതാണ് സാൻവേൻ്റെ ഒറിജിനൽ കപ്പാസിറ്ററാണ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത്. 63 വോൾട്ട് 10,000 എഫിൻ്റെ 4 കപ്പാസിറ്ററും 35 ആംപിയറിൻ്റെ മെറ്റൽ ഡയോഡ് നമ്മൾ യൂസ് ചെയ്തു. ട്രാൻസ്ഫോർമർ വന്നിട്ട് 8 ആംപിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ വയറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ 2.1 പ്രീ ആംപ്ലിഫയർ ആണ് നമ്മൾ, പ്രീ ആംപ്ലിഫയർ അല്ല പ്രീ സെക്ഷനാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സബിന് വേറെ അതോടൊപ്പം തന്നെ ചാനലിന് വേറെ അങ്ങനെയല്ല, 2.1 പ്രീ ആമ്പാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ റിവ്യൂ ചെയ്ത അതേ ആ ഒരു ആംപ്ലിഫയറിൻ്റെ സെയിം ഉൾവശമാണ് ഇതിലും വരുന്നത്. ഈ സ്പെക്കിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന 3ാമത്തെ ആംപ്ലിഫയർ ആണിത്. ഓക്കെ, ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് കിടക്കാം.
നമ്മൾ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് പോവുകയാണ്. സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് മലയാളം നോൺ കോപ്പിറൈറ്റ് സോങ് യൂസ് ചെയ്തിട്ടാണ്. ഇതുവരെ നമ്മൾ NCS സോങ് യൂസ് ചെയ്തിട്ടാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൽ മലയാളം പാട്ടിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അഥവാ കോപ്പിറൈറ്റ് അടിക്കുകയാണെങ്കിൽ ഈ ഭാഗമൊക്കെ മ്യൂട്ടാവും അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാകും. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ മലയാളം സോങ് ഒരു 2-3 പാട്ട് ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം. ഓക്കെ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സൗണ്ട് ടെസ്റ്റ് കേട്ട് കാണും. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഭാഗത്ത് എത്തിയെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കേൾക്കാൻ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് പഴയ മെലഡി പാട്ടുകൾക്കാണെങ്കിലും പുതിയ പാട്ടുകൾക്കാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ആണ് നമുക്ക് കിട്ടുന്നത്. ആംപ്ലിഫയർ മാത്രം നന്നായാൽ പോരാ, നമ്മൾ കണക്ട് ചെയ്യുന്ന സ്പീക്കറും നന്നാവണം. വിൻറ്റേജ് സോണിൻ്റെ സ്പീക്കറൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഹൈഫൈ സിസ്റ്റത്തിൻ്റെ സ്പീക്കറിനൊക്കെ കറക്റ്റ് മാച്ചാണ് ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഒരു മോഡൽ ആദ്യമായിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മളെ കസ്റ്റമർ ആ ഒരു സോണീൻ്റെ 4-way സ്പീക്കർ കണക്ട് ചെയ്തപ്പോൾ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഇതിപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്പീക്കറാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. വൂഫറാണ്, എങ്കിലും നല്ല അടിപൊളി ഓഡിയോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സബിൻ്റെ സെക്ഷനിൽ നമ്മൾ വളരെ ചെറിയൊരു സബ്ബാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സബിൻ്റെ സെക്ഷനിൽ ഞാൻ അധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഈ ഒരു ഓഡിയോ ടെസ്റ്റിൽ കൊടുത്തില്ല. നമുക്ക് 12 ഇഞ്ചിൻ്റെ JBL ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഓഡിയോ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ, അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയിൽ റിവ്യൂ ചെയ്ത ആംപ്ലിഫയറും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ആംപ്ലിഫയർ ഓർഡർ തരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും, പ്രൈസ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എത്ര വാട്ട്സ്, 2.1, 4.1, ഇനിയിപ്പോൾ 2 ചാനൽ സ്റ്റീരിയോ, 4 ചാനൽ സ്റ്റീരിയോ, 5.1 തുടങ്ങിയ പല ആംപ്ലിഫയറും നിങ്ങൾക്ക് ഏത് തരത്തിലാണോ വേണ്ടത് അത് പറഞ്ഞ് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.